ഞങ്ങളുടെ ബൂത്തിൽ നിന്ന് ആട്ടി ഓടിച്ച പ്രദേശങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തകരുടെ എൻ്റെ ബോർഡുകൾ, എൻ്റെ പ്രചരണ ബോർഡുകൾ, എൻ്റെ പോസ്റ്ററുകൾ വ്യാപകമായി മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രദേശങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷനിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ലോകം മുഴുവൻ കണ്ടതാണ് എൻ്റെ പര്യടനം തടഞ്ഞ പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകേണ്ടത്. അവസാന ദിവസം 6 ദിവസവും ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ അന്നും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളോട് മുഴുവൻ പറഞ്ഞു, 40 ലക്ഷം ചെലവഴിക്കേണ്ടിടത്ത് 40 കോടി രൂപയാണ്. വേടന്റെ പരിപാടി ഉൾപ്പെടെ കണ്ടു. എക്സ്പെൻഡിച്ചറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 40 കോടിയോളം രൂപ അവസാനത്തെ 6 ദിവസവും സാമ്പത്തികം അതുപോലെ ഒഴുക്കിയിട്ടും ഈ ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ധർമ്മടത്ത് രാഷ്ട്രീയപരമായി UDF വിജയിച്ചു കഴിഞ്ഞു. ഇതാണ് ധർമ്മടത്ത് പിണറായി വിജയനെ വിറപ്പിച്ച അബ്ദുൾ റഷീദിന്റെ പ്രതികരണം. അതായത് രാഷ്ട്രീയ പരാജയമാണ് ഇത് എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് വീട്ടിൽ പോയി ചോദിക്കാൻ എന്ന തരത്തിൽ തന്നെയാണ് അബ്ദുൾ റഷീദും പറഞ്ഞു വെക്കുന്നത്. കാരണം പിണറായി വിജയനാണ് എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആരുണ്ട്, ഞങ്ങളല്ലാതെ, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങളുണ്ട്, കോൺഗ്രസ് എന്ന് UDF എന്ന് മറുപടി പറയുമ്പോൾ ഇനി ആലോചിക്കേണ്ടത്, തല പുകയ്ക്കേണ്ടത് LDF എങ്ങനെ തോറ്റു എന്നതാണ്. അവിടെയാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത് പാർട്ടി പ്രവർത്തകർക്ക്, അതായത് രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള UDFന്റെ പ്രവർത്തകർക്ക് പാർട്ടിയുടെ ബൂത്തിൽ പോലും പ്രതിനിധികളെ ഇരുത്താൻ സമ്മതിക്കാത്ത അതേ പാർട്ടി കേന്ദ്രങ്ങളിലാണ് ഇനി വോട്ടെണ്ണേണ്ടത്. അവിടെ ഒരു പക്ഷേ താൻ പിന്നോട്ട് പോയേക്കാം. പക്ഷേ ഇപ്പോൾ മേൽക്കൈ ഉണ്ടാകേണ്ടിയിരുന്ന ഇടങ്ങളിൽ പിന്നോട്ട് പോകുമ്പോൾ അതിന് പിണറായി വിജയൻ മറുപടി നൽകേണ്ടതായി വരും. പക്ഷേ പ്രിയ പ്രേക്ഷകരെ, ഇവിടെ ഓർക്കേണ്ടത് പിണറായിയുടെ സ്വന്തം മണ്ഡലം പോലും ഒരു ഘട്ടത്തിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരമാണ് വരുന്നത്. 6ാം റൗണ്ടിലും അബ്ദുൾ റഷീദ് മുന്നിലാണ്. അബ്ദുൾ റഷീദ് പറയുന്നത് തനിക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ അനുവദിക്കാത്ത, തന്നെ പ്രചരണത്തിന് അനുവദിക്കാത്ത ഇടങ്ങളിലാണ് ഇനി വോട്ടെണ്ണാനുള്ളതെന്നാണ്. ജനങ്ങൾ സമ്മാനിച്ച തുടർഭരണം തങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളത് തെളിയിച്ച ഒരു സർക്കാരിന്റെ പ്രവർത്തനമാണ് പിണറായി വിജയന്റെ തുടർഭരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ജനകീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രദമാകുന്ന പദ്ധതികളിലോ ഒന്നും ശ്രദ്ധിക്കാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രം മുഖമുദ്രയാക്കി പോയ ഒരു സർക്കാരിനെതിരായി ജനങ്ങൾ ഇതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് എന്ത് സവിശേഷതയാണുള്ളത്? ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തി വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞത്, എറണാകുളം ജില്ലയിൽ 14-ൽ 14 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. ഐക്യജനാധിപത്യ മുന്നണി തൂത്തുവാരുന്നു എറണാകുളം ജില്ലയിൽ എന്നതാണ് ഇപ്പോൾ ഇതാ മുഹമ്മദ് ഷിയാസ്, VD സതീശന്റെ വിശ്വസ്തൻ എന്ന് വിലയിരുത്തുന്ന VD സതീശനാണ് അവസരങ്ങൾ നൽകുന്നത് എന്ന് കോൺഗ്രസിനകത്ത് നിന്ന് പോലും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. റോജി എം ജോൺ അവിടെ 8000 വോട്ടുകൾക്ക് മുകളിൽ ലീഡ് നേടിയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അതിപ്പോൾ എറണാകുളത്താകട്ടെ, വൈപ്പിനിലാകട്ടെ, കൊച്ചിയിലാകട്ടെ, പിറവത്താകട്ടെ, കോതമംഗലത്താകട്ടെ, മൂവാറ്റുപുഴയിലാകട്ടെ, എല്ലാ മണ്ഡലങ്ങളിലും, അതായത് എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു UDF. ഒറ്റപ്പാലത്ത് PK ശശി 3ാമത് പോയിരിക്കുന്നു. അവിടെ മേജർ രവി 2ാം സ്ഥാനത്തേക്ക് വരുന്നു. 10 റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ LDF ലീഡ് 23,391 വോട്ടായിട്ടുണ്ട്. അവിടെ PK ശശി, അവിടെ UDFന്റെ തന്ത്രം പാളിയിരിക്കുന്നു. PK ശശിയെ പോലെ ഒരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിന് സംസ്ഥാനത്തുടനീളം 140 മണ്ഡലങ്ങളിലും അവർ ആൻസർ ചെയ്യേണ്ടി വന്നിരുന്നു. അവിടെ ഒരു തിരിച്ചടി UDFന് നേരിടുന്നു. PK ശശി 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഒരു കാര്യം, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇപ്പോഴും പിന്നിലാണ്. MK സ്റ്റാലിൻ 5454 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു. തമിഴ്നാട്ടിൽ TVK വിസ്മയമാകുമ്പോൾ ദളപതി, വിസ്മയമാകുമ്പോൾ തീ മാറിക്കുമ്പോൾ അവിടെ MK സ്റ്റാലിൻ യഥാർത്ഥത്തിൽ ജനനായകനാകുന്നു. തമിഴ്നാട്ടിൽ ദളപതി തന്നെയാണ് ജനനായകനെന്ന ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ഇത്തവണ നടത്തുന്നത്. TVKയുടെ അപ്രതീക്ഷിതമായ മുന്നേറ്റം എക്സിറ്റ് പോളുകൾ പോലും പ്രവചിക്കാത്ത, ഒരു പക്ഷേ കൂടിയാൽ 17, 18 എന്നൊക്കെ പ്രവചിച്ചിരുന്നിടത്താണ് 100-ന് മുകളിലേക്ക് എന്ന 110 എന്ന നിലയിലേക്ക് TVK പോകുന്നത്. അതും സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് എന്ന് ഇപ്പോൾ തമിഴ്നാട് പറയുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അങ്ങനെയല്ല, സിനിമയും രാഷ്ട്രീയവും ഒന്നാണ്. തമിഴ്നാടിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. അത് ആവർത്തിക്കപ്പെടുന്നു തമിഴ്നാട്ടിൽ എന്നതാണ്.
ഫലത്തിലേക്ക് നോക്കിയാൽ 40-ൽ താഴേക്ക് LDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുകയാണ്. ഒരു തോൽവിയിലും ഇങ്ങനെ ഒരു അവസ്ഥ അവർ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് അറിയില്ല. 38-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു LDF-ന്റെ ലീഡ് എന്നത് നമുക്ക് കാണാം. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് വട്ടിയൂർക്കാവിലാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വലിയ ലീഡ് നേടുന്നു. ഇതുവരെ ജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികൾ M ലിജുവും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെ ജയം ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ വലിയ മത്സരം നേരിടുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ലീഡ് നില മാറി മറിയുന്ന ഒരു സാഹചര്യം. ഇതുവരെ 15,362 വോട്ടാണ് K മുരളീധരൻ നേടിയിരിക്കുന്നത്. 738 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. രണ്ടാം സ്ഥാനത്ത് VK പ്രശാന്ത് 14,624 വോട്ട് VK പ്രശാന്തിന് കിട്ടുന്നു. 738 വോട്ടിന്റെ ലീഡ് മാത്രമേ K മുരളീധരനുള്ളൂ. അവിടെ അധികം വോട്ടുകൾ എണ്ണിയിട്ടുമില്ല. അതൊരു K മുരളീധരൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണത്തിന് കാതോർക്കുകയാണ് കേരളം. നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം എന്താണ് ഈ വിജയത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്, KPCC അധ്യക്ഷന് പറയാനുള്ളത്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളത്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പറയാനുള്ളത്, അതിനൊക്കെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന് നയിച്ച VD സതീശന് എന്തു പറയാനുണ്ട്? മാധ്യമങ്ങൾ കാതോർക്കുന്നു, രാഷ്ട്രീയ കേരളം കാതോർക്കുന്നു. ഈ വിജയത്തിന് ശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണം ഉണ്ടാകാൻ പോകുന്നു കോൺഗ്രസിൽ നിന്ന്. അതും അത്രമേൽ വലിയ മെജോറിറ്റി ഉറപ്പിച്ച ശേഷമാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോദ്യങ്ങൾക്ക് എന്തു മറുപടി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്രമേൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി എത്തിയിരിക്കുന്നു. ഇതാ KPCC അധ്യക്ഷൻ തന്നെയാണ് നടുവിൽ ഉള്ളത്. തൊട്ട് അടുത്തായി നമുക്ക് KC വേണുഗോപാലിനെ കാണാൻ സാധിക്കുന്നു. പിന്നീട് VD സതീശ് ആ ഓർഡറിൽ തന്നെയാണ് ഇപ്പോൾ KPCC ആസ്ഥാനത്ത് നേതാക്കളുടെ ഇരിപ്പിടം പോലും എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. തൊട്ടടുത്ത് നമുക്ക് രമേശ് ചെന്നിത്തലയെയും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ശശി തരൂരിനെ പോലെ കോൺഗ്രസിനെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്ന നേതാവാണ് ശശി തരൂർ. പക്ഷേ അതേ ശശി തരൂരും ഈ വാർത്താ സമ്മേളനത്തിൽ ഇടം പിടിക്കുന്നു. തിരുവനന്തപുരം അടക്കം തിരിച്ചുപിടിക്കുന്നു CP ജോണിലൂടെ എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ കേവലം ഒരേ ഒരു സീറ്റിൽ മാത്രം, കോവളത്ത് മാത്രം, വിൻസെന്റിന് മാത്രം വിജയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ തലസ്ഥാന നഗരത്തിന്റെയും ചിത്രം മാറ്റുകയാണ്, തലസ്ഥാന ജില്ലയുടെയും ചിത്രം മാറ്റിയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ എത്തുന്നത്. അവിടെയാണ് MP കൂടിയായിട്ടുള്ള ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതാ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആദ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നു. സണ്ണി ജോസഫിന്റെ വാക്കുകളിലേക്ക്. കൂടുതലായിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ ലഭിച്ച പല സൂചനകൾ UDF-ന് കേരള ജനത ചരിത്ര വിജയം നൽകുന്നു. കേരള ജനതയ്ക്ക് UDF-ന്റെ നന്ദി. ഏറ്റവും അവസാനത്തെ റിസൾട്ട് കൂടി വന്ന് തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്തുകൊണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളെ സഹായിച്ച AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാജിയുണ്ട്, രമേശ്ജിയുണ്ട്, തരൂർജിയുണ്ട്, കൊടുക്കുന്നതിലുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശുണ്ട്. ഞങ്ങളെല്ലാവരും ജനങ്ങൾക്കുള്ള നന്ദി ഒറ്റ വാക്കിൽ മാത്രം സൂചിപ്പിക്കുന്നു. പിന്നീട് വിശദമായിട്ട് മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.